ഇന്നലെ നമ്മൾ കേട്ട് ഞെട്ടിയതാണ് ഈ ആഡംബര വാഹന വിപണിയിൽ നടക്കുന്ന തട്ടിപ്പിന്റെ വാർത്തകൾ. അത് ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി ഇന്ത്യയിൽ വാഹനങ്ങൾ എത്തിക്കുന്നു. 1 ലക്ഷം രൂപയ്ക്കൊക്കെ വിൽപ്പന നടക്കുന്ന വാഹനങ്ങൾ അതിന്റെ എത്രയോ മടങ്ങ് ഇരട്ടി ആയി 40 ലക്ഷത്തിനൊക്കെ കേരളത്തിൽ എത്തുന്നു. അത് വാങ്ങാൻ നമ്മുടെ പ്രധാനപ്പെട്ട താരങ്ങൾ എത്തുന്നു. ഇത് ഇവർ അറിഞ്ഞുകൊണ്ടാണോ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇന്ന് 2ാം ദിവസമാകുമ്പോൾ ഈ ചർച്ചകൾ കൂടുതലും കേന്ദ്രീകരിക്കുന്നത് ദുൽഖർ സൽമാനെതിരെയാണ്. അല്ലെങ്കിൽ ദുൽഖർ സൽമാന് കുരുക്ക് മുറുകുന്നു എന്ന തരത്തിലാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ 2 വാഹനങ്ങൾ ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥർ റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു. ഇനി 2 വാഹനങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെത് കസ്റ്റഡിയിലെടുക്കും എന്ന വിവരങ്ങളാണ് വരുന്നത്. അത് നിസാൻ പെട്രോൾ Y60യും Y61 എന്നീ 2 കാറുകളാണ് കസ്റ്റംസ് പിടിച്ചെടുക്കും എന്ന വിവരങ്ങൾ വരുന്നത്. ദുൽഖർ ഉൾപ്പെടെ വാഹന ഉടമകളോട് ഉടൻ വിശദീകരണം തേടും എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. നടനും വാഹന ഡീലറുമായ അമിത് ചക്കാലക്കലിനെ ഇന്നലെ രാത്രി മുഴുവൻ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് വാഹനങ്ങളുടെ വിവരങ്ങൾ തേടിയിരുന്നു. എന്തായാലും ദുൽഖറിന്റെ 2 വാഹനങ്ങൾ ഇതിനോടകം പിടിച്ചെടുത്തു. 2 വാഹനം കൂടി പിടിച്ചെടുക്കും. പൃഥ്വിരാജിന്റെ വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നു. പക്ഷേ അത് എവിടെയും എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാഹനങ്ങൾ ഈ അന്വേഷണ സംഘം എത്തിയ ഇടങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന വിവരം വരുന്നു. ഇപ്പോൾ 2 വാഹനം കൂടി ദുൽഖറിന്റെ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തെ ഉൾപ്പെടെ നോട്ടീസ് നൽകുകയും ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത് ദുൽഖറിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇവർ അറിഞ്ഞുകൊണ്ടാണോ ഈ ഇടപാടുകൾ നടന്നത് എന്നതാണ് പ്രധാനമായും ഈ അന്വേഷണത്തിൽ കണ്ടെത്താനുള്ളത്. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഉൾപ്പെടുന്നത്. ഓപ്പറേഷൻ നുങ്കൂർ എന്ന പേരിൽ നടത്തുന്ന പരിശോധന കസ്റ്റംസ് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന വിലയിരുത്തൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ മറ്റ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുന്നു എന്ന വിവരം കൂടിയാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും നടക്കും. അത് EDയും GST വകുപ്പും ഒക്കെ ഇതിന്റെ അന്വേഷണത്തിലേക്ക് വരുന്നു എന്ന സാഹചര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഗൗരവം കൈവരുന്നു. ഇപ്പോൾ ഗൗരവമില്ല എന്നല്ല, അതിലും ഗൗരവത്തിൽ കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഈ അന്വേഷണം ഏറ്റെടുക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹത്തിന് കോൾ വരുന്നുണ്ട്. അദ്ദേഹം പറയാൻ പാടില്ലാത്തത് എന്തൊക്കെയോ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുകളിൽ നിന്ന് വിളി വരുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ വാർത്താസമ്മേളനം അവസാനിപ്പിച്ച് പോവുകയാണ്. പിന്നീട് ഔദ്യോഗികമായ ഒരു വിശദീകരണവും ഇതിന്റെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. നമുക്ക് സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണുള്ളത്. ഇതിനിടയിൽ അമിത് ചക്കാലക്കൽ മാത്രമാണ് മാധ്യമങ്ങളോട് വീണ്ടും സംസാരിച്ചത്. അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. തന്റെ കയ്യിൽ നിന്ന് 8 വാഹനങ്ങളൊക്കെ പിടിച്ചു എന്ന തരത്തിലുള്ള വാർത്ത വരുന്നു. അതൊക്കെ വാസ്തവവിരുദ്ധമാണ്. തനിക്കൊരു വാഹനം മാത്രമേ ഉള്ളൂ. മറ്റതൊക്കെ തന്റെ കെയർ ഓഫിൽ തന്റെ വണ്ടി നന്നാക്കി തന്നിരുന്ന ഗാരേജിൽ കൊണ്ടുവന്ന വണ്ടികളാണ്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഇതാരാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ തൻ്റെ പേര് പറഞ്ഞു. അത് അങ്ങനെ ആ 8 വാഹനങ്ങളുടെ ഉത്തരവാദിത്വം തൻ്റെ തലയിലായതാണ്. തൻ്റെ വാഹനങ്ങൾക്ക് കൃത്യമായ വിവരങ്ങളുണ്ട്, ഡേറ്റകളുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകും. താൻ പരിചയപ്പെടുത്തിയവരുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങൾക്കും കൃത്യമായ രേഖകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊന്നും ഭയപ്പെടുന്നില്ല എന്നതാണ് അമിത് ചക്കാലക്കൽ പറഞ്ഞത്. അമിതിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. നമുക്കൊപ്പം നടൻ അമിത് ചക്കാലക്കൽ കൂടി ചേരുന്നു. അമിത്തിന്റെ പക്കൽ നിന്ന് 7 വാഹനങ്ങൾ നോട്ടീസ് നൽകിയെന്നെല്ലാം തന്നെയാണ് പറയുന്നത്. എന്തായാലും വാസ്തവം എൻ്റെ ഒരു വാഹനമാണ്. ആ വാഹനം ഞാൻ പേഴ്സണലി ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ 5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ മുമ്പത്തെ ഓണേഴ്സും ഇത് 1999 1999 രജിസ്റ്റർ ചെയ്ത വാഹനമാണ്. അപ്പോൾ ഇന്നലെ RT ഓഫീസർ വന്നപ്പോഴും അവരതിൻ്റെ രജിസ്ട്രേഷൻ വെരിഫൈ ചെയ്തു. ഷാസി നമ്പറിൽ എന്തെങ്കിലും ടാമ്പർ ചെയ്തെന്നുള്ള വെരിഫൈ ചെയ്തു. എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതെല്ലാം ജെന്യുവിനാണ്. അപ്പോൾ ആ ഒരു വാഹനമാണ് എൻ്റെ കസ്റ്റഡിയിലുള്ളത്, എൻ്റെ വാഹനം. ബാക്കി ഇവിടെ കാണുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ ടെക്നിക്കൽ വർക്കിന് വേണ്ടി എൻ്റെ വീടിനടുത്ത് ഗരാജിൽ വന്നതാണ്. അപ്പോൾ അത് എൻ്റെ കെയർ ഓഫിൽ വന്നതായതുകൊണ്ട് ഗരാജിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഗരാജ് ഓണർ പറഞ്ഞു ഇന്ന ആളുടെ കെയർ ഓഫിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ കെയർ ഓഫിൽ എന്നോട് ഈ പറയുന്ന വാഹനങ്ങളുടെ ഉടമയിൽ നിന്നും ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നത് എൻ്റെ കെയർ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട്. അതൊന്നും എൻ്റെ വാഹനങ്ങളല്ല. ഒറ്റ വാഹനമേ ഉള്ളൂ. ആ വാഹനത്തിന്റെ ഡോക്യുമെന്റ്സ് ആണ് ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം അതാത് ഓണേഴ്സാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നെ അറിയിച്ചു. അതിൽ തന്നെ 3ഓളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വാഹനങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ഇൻവോയ്സ് ഉള്ള വാഹനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇനി അതിൻ്റെ ഓണേഴ്സ് കൊണ്ടുചെല്ലണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ കെയർ ഓഫ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ്ലി അവർ ചിന്തിക്കുക എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന്
ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വിൽക്കാനിട്ടേക്കാണെന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. കാര്യം അതിനെല്ലാം അതാത് ഓണേഴ്സ് ഉണ്ട്. അതിൽ ഇപ്പോൾ അമിത്തിന്റെ കയ്യിൽ നിന്ന് എടുത്ത വാഹനങ്ങൾ അതിന്റെ ഡോക്യുമെന്റ്സും എല്ലാം തന്നെ ഈ 10 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. നമ്മൾ 10 ദിവസത്തിനുള്ളിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ തന്നെ 3ഓളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് വന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതിന് ആ ഷോറൂമിൽ നിന്നെല്ലാം എല്ലാം അതിൻ്റെ ഇൻവോയ്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും അതിൻ്റെ പ്രോബ്ലം ഇല്ല. അല്ലാത്ത വാഹനങ്ങൾ ഏകദേശം 99-ലും 2000-ലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ്. അപ്പോൾ ഇനി ആ രജിസ്ട്രേഷൻ യാതൊരുവിധ തട്ടിപ്പോടെ ചെയ്തതല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം. അപ്പോൾ അത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അവർ വണ്ടി വിട്ടു തരുള്ളൂ. എൻ്റെ മാത്രമല്ല, ഒരു 10-30 സ്ഥലത്ത് ഇന്നലെ പരിശോധന നടന്നിട്ടുണ്ട്, ദുൽഖറിൻ്റെയും പൃഥ്വിയുടെയും ഇവരുടെ ഉൾപ്പെടെ. അപ്പോൾ ആ വാഹനങ്ങളുടെയൊക്കെ ജെനുവിനിറ്റി എന്താണെന്നുള്ളത് കാര്യം അവർക്കും അറിയണം, നമുക്കും നല്ലതാണ്. പക്ഷെ അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ഇനി ഓടേണ്ട വരും. അപ്പോൾ ആ വലിയ കുരിശായി. പക്ഷെ ഇതിൻ്റെ വേറൊരു ടെക്നിക്കൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 6-7 ആൾക്കാർ കടന്നാണ് ഇവരൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് RC ബുക്ക് ഉണ്ടാവുള്ളൂ, ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ. പല ആൾക്കാരുടെ അടുത്തും പഴയ വർഷങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതെങ്ങനെ ഇതിനി സോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഞാനും ചിന്തിക്കണത്. ഒന്നില്ലെങ്കിൽ 10-25 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാൻ തയ്യാറാവണം ഓഫീസേഴ്സ്, മീൻസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ പെടും. ജെന്യുവൻ വണ്ടിയും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ മുന്നാധാരം മറ്റേ ഇതൊക്കെ പറഞ്ഞ പോലെ അത് കീപ്പ് ചെയ്യേണ്ട വരും. പക്ഷെ അതിനൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊന്ന് സപ്പോർട്ട് ചെയ്ത് MBD നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഒരുപാട് നമുക്ക് സമയവും ഈ പറഞ്ഞ പോലെ പ്രശ്നത്തിൽ നിന്നും ഒഴിവാകും. 100% ആത്മവിശ്വാസിക്കാരത്തിലുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ആരോപണ ഏൽക്കുന്നത് ദുൽഖർ സൽമാനും പൃഥ്വിരാജും അമിത് ചക്കാലക്കലും ആണ് നടന്മാരായിട്ടുള്ളത്. പിന്നീട് ഒരുപാട് വ്യവസായികൾ മറ്റുമൊക്കെ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. പക്ഷേ അമിത് ചക്കാലക്കലിന്റെ വാക്കുകൾ മാത്രമാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അമിത് പറയുന്നു തനിക്ക് ഒരു വാഹനം മാത്രമേ ഉള്ളൂ, അതിന്റെ ഏത് രേഖകൾ വേണമെങ്കിലും അധികൃതർക്ക് മുന്നിൽ എത്തിക്കാം, തനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ഭയവുമില്ല. പക്ഷേ തൻ്റെ വാഹന പ്രേമം ഒരു ബുദ്ധിമുട്ട് തനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പിറകിൽ ഇനി രേഖകളുമായി ഓടേണ്ടി വരും, അത് കണ്ടുപിടിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും എന്ന കാര്യം സമ്മതിക്കുകയാണ്. മറ്റ് 2 പേരും എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് എന്നത് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല. ഈ നടന്മാർ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നത് എന്നതാണ് അറിയേണ്ടത്. നമുക്കറിയാം, നേരത്തെ പുതുച്ചേരി വഴി നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ സുരേഷ് ഗോപിക്കെതിരെ കേസുണ്ടായിരുന്നു. പിന്നീട് അത് പ്രൊസീഡ് ചെയ്യുകയും അദ്ദേഹം അവിടെ വ്യാജവിലാസം സൃഷ്ടിച്ചാണ് ഈ വാഹനം മേടിച്ചതെന്നൊക്കെയുള്ളത് FIRൽ വരികയും കണ്ടെത്തുകയൊക്കെ ചെയ്തതാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതാണ്. പിന്നീട് ഫഹദ് ഫാസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം നേരിട്ടിരുന്നു. ഫഹദ് ഫാസിൽ പിഴയടച്ചുകൊണ്ടാണ് എത്രയോ 18 ലക്ഷം രൂപയൊക്കെ നികുതി അടച്ച് ആ കേസിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അമല പോൾ ഇതിൽപ്പെട്ടിരുന്നു. അമല പോൾ ബംഗളൂരുവിലായിരുന്നു വാഹനം, കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലാത്തതിനാൽ അതിൽ കേസുണ്ടായില്ല. അങ്ങനെ പല നടന്മാരും ഇതിനു മുൻപിൽ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വാർത്തകളെങ്കിൽ ഇത് അല്പം കൂടി ഗൗരവമുള്ളതാണ്. നിയമവിരുദ്ധമായി എത്തിയതാണ്, സൈന്യം ഉപയോഗിച്ച വാഹനങ്ങൾ കൊണ്ടുവന്നതാണ്, പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ നടന്നതാണ്, വലിയ മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നതാണ്. ഈ പണം എന്തിനൊക്കെ ഉപയോഗിച്ചു? ഇപ്പോൾ ഇത്രയും അധികം ഇരട്ടിയിലൊക്കെ വാഹനം വിറ്റിട്ട് കിട്ടിയ പണം എങ്ങനെ ഉപയോഗിച്ചു? കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു. അങ്ങനെ നിരവധി സംശയങ്ങളുണ്ട്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, സൈന്യത്തിന്റെ വാഹനം എന്ന നിലയിലൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ട വാഹനങ്ങളായതിനാൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ എന്താണ് ഈ ആരോപണ വിധേയർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് ഇതുവരെ അറിവായിട്ടില്ല. അന്വേഷണ സംഘവും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നിട്ടില്ല. കൂടുതൽ ഏജൻസികൾ ഇത് അന്വേഷിക്കും എന്ന വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം. നമുക്കറിയാം, വാഹനപ്രേമം എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. ഒട്ടുമിക്ക ആളുകൾ നമ്മളിൽ തന്നെ ഒരുപാട് പേര് വാഹനപ്രേമികളായിരിക്കും. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഓരോ വാഹനവുമായിട്ട് ഇറങ്ങിയാൽ നമ്മൾ ചുറ്റും കാണുന്ന വാഹനങ്ങൾ നോക്കും, ശ്രദ്ധിക്കും. അത് നമുക്കുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് അറിയാം. എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞുമോൻ, അവൻ പോലും എത്രയൊക്കെ വലിയ ആഡംബര വാഹനങ്ങളുടെ ആദിപ്രണയം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അവൻ പോലും വലിയ വാഹനങ്ങളുടെ പേരുകൾ പറയുകയും എപ്പോഴും റോഡിൽ അങ്ങനത്തെയുള്ള വാഹനങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാം. അപ്പോൾ വാഹനപ്രേമം ഒരു തെറ്റല്ല. പക്ഷേ വാഹനം സ്വന്തമാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കേണ്ടതാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് കൂട്ടുനിന്നതെങ്കിൽ, നികുതി വെട്ടിപ്പിനായാലും നിയമലംഘനത്തിനായാലും കൂട്ടുനിന്നതെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് തന്നെ മാതൃകയാകേണ്ടവരാണ്, അതിനുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് നടന്മാരെന്നൊക്കെ പറയുന്നത്. അവർ ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു സന്ദേശം തന്നെയായിരിക്കും നൽകുക. എന്തായാലും കേസന്വേഷണം കൂടുതൽ വിപുലമാക്കാനുള്ള നീക്കം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമുക്കിനി കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുക.